ഒരു പെൺകുട്ടിയുടെ ആവശ്യകതകളിലേക്ക് വേണ്ടി ഒരു സുകന്യ സമൃദ്ധി യോജന SSY സ്കീം ഓപ്റ്റ് ചെയ്യണോ, അല്ലെങ്കിൽ നല്ലൊരു മ്യൂച്വൽ ഫണ്ട്സ് കാര്യങ്ങളിൽ ഒരു SIP ആയിട്ട് ഇൻവെസ്റ്റ്മെന്റ്സുകൾ കാര്യങ്ങൾ നടത്തുന്നു, ഏത് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ബെനിഫിറ്റ്? ഇത് രണ്ടും ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒത്തിരി കമ്പാരിസൺ വരണമെങ്കിലും ഇതിൽ കമ്പാരിസൺ ഇല്ലാണ്ടിങ്ങനെ നല്ലത്. അതിനേക്കാളും രണ്ടും കൂടി ചെയ്യണതാണ് ഏറ്റവും നല്ലത്. ഒരു വീട്ടിൽ 2 പെൺകുട്ടികൾക്ക് വരെ നമുക്ക് നിക്ഷേപിക്കാം. മൂന്നാമത്തെ പെൺകുട്ടിയാണെങ്കിൽ നമുക്ക് പറ്റും, മൂന്നാമത്തെ കുട്ടിക്ക് പറ്റില്ല. മാക്സിമം നമ്മുടെ വീട്ടിൽ 2 പെൺകുട്ടികൾ, ഒരു പാരൻസിന് 2 പെൺകുട്ടികളാണെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇത് എപ്പോഴും ഒരു ഗ്യാരണ്ടീഡ് റിട്ടേൺ ആണ്. 8.2% നമുക്ക് റിട്ടേൺ കിട്ടും. അപ്പോൾ 15 വർഷം അടയ്ക്കണം. അത് കഴിഞ്ഞിട്ട് ലോക്കിൻ പീരീഡ് 21 വയസ്സ് വരെ, 21 വർഷം വരെ ഹോൾഡ് ചെയ്തിട്ട് നമുക്ക് എടുക്കാം. ഇതിനിടയിൽ എടുക്കണമെങ്കിൽ എടുക്കാം. അപ്പോൾ അതിൽ നമ്മളിപ്പോൾ 5,000 രൂപ വെച്ചിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ തന്നെ 8.2 എന്ന് പറഞ്ഞാൽ തന്നെ ഏകദേശം 15 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 17-18 ലക്ഷം രൂപ എത്തും. ഇനി അത് 21 വർഷം കൂടി ആകുമ്പോൾ നമ്മൾ 8% എന്ന് പറയുമ്പോൾ അതിൽ കുറച്ചും കൂടി, അപ്പോൾ ഒരു 30 ലക്ഷം രൂപയ്ക്ക് അടുത്ത്, 29-30 ലക്ഷം രൂപയ്ക്ക് അടുത്തൊക്കെ കിട്ടും. ഇത് NRIസിന് ചെയ്യാൻ പറ്റില്ല. ഇത് തന്നെ SIP കൂടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ലോക്കിൻ പീരീഡ് ഒന്നുമില്ല. നമുക്ക് 5,000 രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ തന്നെ ഏകദേശം 21 വർഷം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് തന്നെ 50 ലക്ഷത്തും. ഇത് പലപ്പോഴും നമ്മൾ ഇപ്പൊ ഇനീഷ്യൽ ടൈമിലെ ബുദ്ധിമുട്ടുള്ളൂ. 15 വർഷം കഴിഞ്ഞാൽ നമ്മൾ നിർത്തണ്ട. അത് തന്നെ നമുക്ക് വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ 50 ലക്ഷത്തിലേക്ക് നമുക്ക് അതിനെ എത്തിക്കാം 21 വർഷം ആകുമ്പോഴേക്കും. ഇനി അതും നമ്മൾ അന്ന് നിർത്തിയിട്ട് അടുത്ത 7 വർഷത്തേക്ക് ഹോൾഡ് ചെയ്യണമെങ്കിൽ തന്നെ അത് 1 കോടി എത്തിക്കാൻ പറ്റും. അപ്പോൾ പെൺകുട്ടിക്കൊക്കെ ജനിച്ച കുട്ടിയാണ് ഒരു 21 വർഷം വരെ ആകുമ്പോഴേക്കും 50 ലക്ഷത്തിലേക്ക് എത്തിക്കുക. 5,000 വെച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അതും അടുത്തൊരു 7 വർഷത്തേക്ക് ഹോൾഡ് ചെയ്യണമെങ്കിൽ 1 കോടി എത്തി. ഒന്നും കൂടി ആലോചിക്കണമെങ്കിൽ എഡ്യൂക്കേഷൻ നമ്മൾ എങ്ങനെയെങ്കിലും നടത്താം. എന്നിട്ട് ഇവൻ കുട്ടീനെ കല്യാണം കഴിപ്പിച്ചൊക്കെ വിടാൻ നോക്കുകയാണെങ്കിൽ അത് ആ കുട്ടിക്ക് 1 കോടി ഒരു 27-30 വയസ്സാകുമ്പോൾ കയ്യിലായിട്ടൊരു സ്വത്തായിട്ട് കയ്യിലിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അന്ന് തുടങ്ങിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് റിട്ടേൺ എടുക്കണ പോലെ ഒരു SWP എന്നൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ ഒരു 40,000-50,000 ഒക്കെ ഈസി ആയിട്ട് വേണ്ട 30,000 വെച്ചെടുത്താൽ മതി. അതൊരു പോക്കറ്റ് മണി ആയിട്ട് ആ കുട്ടിക്ക് ഹെൽപ്പ് ആവുമായിരുന്നു. അപ്പോൾ ഇതിൽ അത്യാവശ്യം ഒരു ഫണ്ടൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ പകുതി-പകുതിയായിട്ട് ചെയ്യും. സുകന്യ സമൃദ്ധി ഒരു 5,000 ചെയ്യണമെന്നുണ്ടെങ്കിൽ സുകന്യ സമൃദ്ധി 5,000, അടുത്ത 5,000 SIP ആയിട്ട്